ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ബന്ധിതരായ നാം ഈ കൂട്ടിൽ നിന്നും സ്വതന്ത്രമാകാൻ എന്താണ് ചെയ്യേണ്ടത്? ലോകവിഷയങ്ങളോട് വിരക്തിയും ആ പരമാത്മാവിനോട് ഭക്തിയും ഉണ്ടാവണം. ഭക്തിയും വിരക്തിയും ഉണ്ടാവുക എന്നതാണ് എല്ലാ പുരാണ രചനയുടെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന തത്വങ്ങൾ നേരിട്ട് പറഞ്ഞാൽ അത് ഗ്രഹിക്കത്തക്ക ബുദ്ധിക്കുള്ള കൂർമ്മത ഇന്നത്തെ മനുഷ്യർക്ക് വളരെ കുറവായതുകൊണ്ട് അത് കഥാരൂപത്തിൽ പ്രതിപാദിക്കപ്പെട്ടു. അതാണ് ഭാഗവതം, രാമായണ, മഹാഭാരതാദി ഗ്രന്ഥങ്ങളെല്ലാം തന്നെ. പക്ഷേ അവ വായിച്ചാലും അവയുടെ തത്വങ്ങളെ വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. അവയുടെ ബാഹ്യമായ കഥകളിൽ കൂടി മാത്രം വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് സാധാരണ മനുഷ്യർ. അതിനാൽ ജ്ഞാന തപസ് നാം ആചരിക്കണം. എന്താണ് ജ്ഞാന തപസ്? തപസ്സെന്നതിൻ്റെ ബാഹ്യമായ ഒരു രൂപമാണ് നാം ഇന്ന് അറിയുന്നത്. വെയിലും കാറ്റും മഴയുമേറ്റ് ഒറ്റക്കാലിൽ നിന്ന് കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ച് രാഗദ്വേഷങ്ങൾ വളർത്തിക്കൊണ്ട് കഠിനമായ ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന ഒരു തപസ്സിനെ കുറിച്ച് അറിഞ്ഞു. എന്നാൽ ആ തപസ്സല്ല ഈ ദേഹമാകുന്ന കൂട്ടിൽ നിന്നും സ്വതന്ത്രമാകാനുള്ള അല്ലെങ്കിൽ മോക്ഷത്തിനുള്ള തപസ്. ആ തപസ്സിന് നമുക്ക് വന്നു ചേരുന്ന പ്രതികൂലങ്ങളായ അനുഭവങ്ങളെ പരിഭവം കൂടാതെ സഹിക്കുന്നതാണ് ജ്ഞാന തപസ് എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ നിന്നും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രതികൂലങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ പ്രതികൂലങ്ങളെ നാം പരാതിയും പരിഭവവും കൂടാതെ സഹിക്കുകയാണ് വേണ്ടത്. അതാണ് ജ്ഞാന തപസ്സാചരിക്കാൻ ആദ്യം വേണം വിഷയ വൈരാഗ്യം. സ്വാത്മാനുസന്ധാന ചിത്തരായാർജിക്ക സ്വാത്മാവിലാത്മാവബോധം. ജ്ഞാന തപസ്സാചരിക്കാൻ ആദ്യം, ജ്ഞാന തപസ് ആചരിക്കുന്നതിന് ആദ്യം വേണ്ടത് വിഷയവൈരാഗ്യമാണ്. ഈ ലോകത്തിലെ വിഷയങ്ങളെല്ലാം അനിത്യവും ക്ഷണികവും തുച്ഛവും ദുഃഖപ്രദവും ആണെന്ന് നാം ബോധിക്കണം. ഓരോ മനുഷ്യരുടെയും അനുഭവങ്ങൾ നോക്കുമ്പോൾ ഇത് നമുക്ക് വ്യക്തമാകുന്നതാണ്. ഏത് വിഷയമാണിവിടെ ശാശ്വതമായ സുഖം തരുന്നത്? ക്ഷണികമായ ഒരു സുഖം മാത്രമല്ലേ വിഷയങ്ങളിൽ നിന്നുള്ളൂ? ശബ്ദസ്പർശ രൂപ രസഗന്ധാദികൾ നോക്കിയാൽ അല്പസമയത്തേക്ക് മാത്രമേ ആ സുഖമുള്ളൂ. ചൊറിയുമ്പോൾ മാന്തുന്ന സുഖം എന്നാണ് അതിന് ഉപനിഷത്തുക്കൾ പറയുന്നത്. നമുക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ ചൊറിച്ചിൽ വന്നാൽ അവിടെയൊന്ന് മാന്തുമ്പോൾ നല്ല സുഖം അനുഭവമാകും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നീറ്റലായിരിക്കും അനുഭവമാകുന്നത്. അവിടെ മുറിവ് വന്നു, പിന്നെ അസഹ്യവേദനയും. ഇതാണ് ഓരോ വിഷയത്തിൻ്റെയും സ്വഭാവം എന്ന് നാം മനസ്സിലാക്കണം. അതാണ് അപ്പോൾ വിഷയങ്ങളോട് നമുക്ക് വരുന്ന മനോഭാവമാണ് വൈരാഗ്യം. ഒരിക്കൽ ചൊറിഞ്ഞ് മുറിവായി ആ വേദന സഹിക്കുന്ന ഒരു വ്യക്തി രണ്ടാമത് ചൊറിച്ചിൽ സഹിക്കാനേ നോക്കൂ. അവിടെ മാന്തി മുറിവാക്കുകയില്ല. ആ ചൊറിയുമ്പോൾ കിട്ടുന്ന സുഖത്തേക്കാൾ എത്രയോ ഇരട്ടി ദുഃഖമാണ് പിന്നീട് തനിക്ക് അനുഭവിക്കാൻ സാധ്യതമാകുന്നത്. അതുകൊണ്ട് ജ്ഞാന തപസ്സാചരിക്കാൻ ആദ്യം വേണം വിഷയ വൈരാഗ്യം.
വിഷയങ്ങളോടുള്ള വിരക്തി ആദ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് ആത്മോന്മുഖമായി തിരിയുകയുള്ളൂ. മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും വേർപെടുത്തി ആ ഈശ്വരോന്മുഖമായി തിരിക്കുന്നതാണ് ജ്ഞാന തപസ്. ആ ജ്ഞാന തപസ് നമുക്ക് ആചരിക്കണമെങ്കിൽ വിഷയവിരക്തി കൂടിയേ കഴിയൂ. അതിനെന്ത് വേണം? സ്വാത്മാനുസന്ധാന ചിത്തരായി ആർജിക്കാം. സ്വന്തം ആത്മാവിനെ അനുസന്ധാനം ചെയ്യുക, അതാണ് വേണ്ടത്. അതാണ് ആത്മോന്മുഖമായി തിരിയലും. ആത്മോന്മുഖമായി തിരിയണമെങ്കിൽ വിഷയങ്ങൾ ദുഃഖമാണെന്ന് ബോധിക്കണം. അത് ചൊറിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം മാത്രമാണെന്ന് ബോധിച്ച് അതിൽ നിന്ന് വിരക്തി വരണം. അപ്പോഴേ സ്വന്തം ആത്മാവിലേക്ക് അനുസന്ധാനം എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിനെ തന്നെ അനുഗമിക്കുക. സ്വാത്മാനുസന്ധാന ചിത്തരായി ആർജിക്ക സ്വാത്മാവിലാത്മാവബോധം. അങ്ങനെ സ്വന്തം ആത്മാവിനെ അനുസന്ധാനം ചെയ്യുമ്പോൾ ആ ആത്മാവിൽ തന്നെ മനസ്സിലയിക്കുകയും അപ്പോൾ ബോധതലത്തിലേക്ക് ഉയർന്ന് ആ പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതാണ് സ്വാത്മാനുസന്ധാന ചിത്തരായാർജിക്ക. സ്വന്തം ആത്മാവിനെ അനുസന്ധാനം ചെയ്യുമ്പോൾ നമുക്ക് നേടാൻ കഴിയുന്നത് എന്താണ്? ആർജിക്കുക എന്ന് പറഞ്ഞാൽ നേടുക. നേടാൻ കഴിയുന്നത് എന്താണ്? സ്വാത്മാവിൽ ആത്മാവബോധം. സ്വന്തം ആത്മാവ് തന്നെയാണ് ഈശ്വരൻ എന്ന ബോധം നമുക്കുണ്ടാവും. ആത്മാവ് വേറെ, തൻ്റെ മനസ്സ് വേറെ, തൻ്റെ ബുദ്ധി വേറെ, താൻ വേറെ, ഈശ്വരൻ വേറെ എന്ന ബോധത്തിൽ നിന്നും നാം സ്വാത്മാവിൽ ആത്മാവബോധം നമുക്കുണ്ടാവും. സ്വന്തം ആത്മാവ് തന്നെയാണ് ഈശ്വരൻ എന്ന ബോധം നമുക്കുണ്ടാകും. ആ തപസ്സാണ് നാം ആചരിക്കേണ്ടത്. ജ്ഞാനതപസ്സാചരിക്കാൻ ആദ്യം വേണം വിഷയ വൈരാഗ്യം. സ്വാത്മാനുസന്ധാന ചിത്തരായാർജിക്ക സ്വാത്മാവിലാത്മാവബോധം.